ചേലക്കര നിയോജകമണ്ഡലത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1967 മുതൽ 91 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയെങ്കിലും പിന്നീട് LDFനായിരുന്നു അവിടെ മുൻതൂക്കമുണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UR പ്രദീപ് 64,000 വോട്ട് വാങ്ങുകയും രമ്യ 52,000 വോട്ട് വാങ്ങുകയും ചെയ്തു. കെ രാധാകൃഷ്ണനേക്കാളും 9.97 വോട്ട് ശതമാനം കുറയുകയാണ് ചെയ്തത്. കെ രാധാകൃഷ്ണൻ 9.60% കൂട്ടിയപ്പോൾ UR പ്രദീപ് 9.67% കുറയ്ക്കുകയാണ് ചെയ്തത്. കെ രാധാകൃഷ്ണൻ KB ശശികുമാറിൻ്റെ ഒപ്പവും വോട്ട് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ BJPയുടെ വോട്ട് ശതമാനം വളരെയധികം കൂടി വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയെ UR പ്രദീപ് തന്നെ അവിടെ വരുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നാട്ടിലെ ഒരു മുഖമായ ശിവൻ വീട്ടിക്കുന്നിന്റെ പേര് വളരെയധികമായി കേൾക്കാനുണ്ട്. യൂത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശ്രീലാൽ ശ്രീധറിന്റെ പേരാണ് കൂടുതൽ പരിഗണിക്കുന്നത്. BJPയുടെ മുഖമായി കഴിഞ്ഞ പ്രാവശ്യത്തെ MLAക്ക് സ്ഥാനാർത്ഥിയായി നിന്ന K ബാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ചേലക്കര ബാലേട്ടൻ സ്ഥാനാർത്ഥിയാവാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും LDFന് തന്നെയാണ് ചേലക്കര നിയോജകമണ്ഡലത്തിൽ മേൽക്കൈയുള്ളത്. 12,000 വോട്ടിൽ നിന്ന് 9,000 വോട്ടിലേക്ക് എത്തിയെങ്കിലും LDFന്റെ ഒരു കോട്ട തന്നെയാണ് ചേലക്കര. ചേലക്കര നിയോജകമണ്ഡലത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1967 മുതൽ 91 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയെങ്കിലും പിന്നീട് LDFനായിരുന്നു അവിടെ മുൻതൂക്കമുണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UR പ്രദീപ് 64,000 വോട്ട് വാങ്ങുകയും രമ്യ 52,000 വോട്ട് വാങ്ങുകയും ചെയ്തു. കെ രാധാകൃഷ്ണനേക്കാളും 9.97 വോട്ട് ശതമാനം കുറയുകയാണ് ചെയ്തത്. കെ രാധാകൃഷ്ണൻ 9.60% കൂട്ടിയപ്പോൾ UR പ്രദീപ് 9.67% കുറയ്ക്കുകയാണ് ചെയ്തത്. കെ രാധാകൃഷ്ണൻ KB ശശികുമാറിൻ്റെ ഒപ്പവും വോട്ട് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ BJPയുടെ വോട്ട് ശതമാനം വളരെയധികം കൂടി വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയെ UR പ്രദീപ് തന്നെ അവിടെ വരുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നാട്ടിലെ ഒരു മുഖമായ ശിവൻ വീട്ടിക്കുന്നിന്റെ പേര് വളരെയധികമായി കേൾക്കാനുണ്ട്. യൂത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശ്രീലാൽ ശ്രീധറിന്റെ പേരാണ് കൂടുതൽ പരിഗണിക്കുന്നത്. BJPയുടെ മുഖമായി കഴിഞ്ഞ പ്രാവശ്യത്തെ MLAക്ക് സ്ഥാനാർത്ഥിയായി നിന്ന K ബാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ചേലക്കര ബാലേട്ടൻ സ്ഥാനാർത്ഥിയാവാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും LDFന് തന്നെയാണ് ചേലക്കര നിയോജകമണ്ഡലത്തിൽ മേൽക്കൈയുള്ളത്. 12,000 വോട്ടിൽ നിന്ന് 9,000 വോട്ടിലേക്ക് എത്തി